ഹായ് മക്കളെ, പലരും പറയുന്നൊരു കാര്യമാണ് ടീച്ചർമ്മ, എൻ്റെ ഭർത്താവ് എനിക്കൊരു വില തരുന്നില്ല, എനിക്ക് വീട്ടിൽ ഒരു വിലയും ഇല്ലാത്ത അവസ്ഥയാണ്, ഞാൻ എന്താ ചെയ്യുക? എനിക്ക് വീട്ടിൽ നല്ല ഒരു സന്തോഷ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ടീച്ചർമ്മ പറയുന്ന പോലെ വീട് സ്വർഗതുല്യമാക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ഭർത്താവ് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എനിക്ക് കെയർ തരുന്നില്ല. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷേ അതിലേക്ക് പോകാനൊന്നും എന്നെ അനുവദിക്കുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. അപ്പൊ അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ടീച്ചർമ്മ പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ച് ഈ വീഡിയോ ഫുള്ള് കാണുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് മക്കളെ, നമുക്ക് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം. പല സ്ത്രീകളും പറയാറുണ്ട്, ഓ എന്നെ ആരും ഒരു വിലയും കൽപ്പിക്കുന്നില്ല, ഒരു മനുഷ്യർക്കും എന്നെ വേണ്ട, ആർക്കും എന്നോടൊരു സ്നേഹവും ഇല്ല. ഇത് തന്നെയാണ് നിരന്തരം പാടിക്കൊണ്ടിരിക്കുന്നത്. നോക്കിയേ, നമ്മൾ സ്വയം ചിന്തിക്കാറുണ്ട്, മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാറുണ്ട് ഇങ്ങനെയൊക്കെ. അപ്പം നമുക്കേ നമ്മളെ ഒരു വിലയില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റുക മറ്റുള്ളവർ എന്നെ വില കൽപ്പിക്കണമെന്ന്? ശരിയല്ലേ? അപ്പം നമുക്ക് വാല്യൂ കൊടുക്കുക, നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുക, നമുക്ക് സെൽഫ് ലവ് ഉണ്ടായിരിക്കണം. നമ്മളെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവരും നമ്മളെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും തുടങ്ങും. അതുപോലെ തന്നെ ചില സ്ത്രീകളുണ്ട്, എപ്പോഴും മോന്തയും ഇറക്കി കെട്ടിവെച്ച് ദേഷ്യപ്പെട്ടിരിക്കുന്നതാണ്. ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ മൊത്തം അവരുടെ തലയിലാണ് എന്നുള്ള രീതിയിൽ നടക്കുന്നവരുണ്ടാവും. നിങ്ങൾ എപ്പോഴും ചിരിക്കുന്ന വ്യക്തിയാണോ അതോ എങ്ങനെ മുഖം വീർപ്പിച്ച് നടക്കുന്ന വ്യക്തിയാണോ? കമന്റിലിടൂ. ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ സ്മൈൽ എന്നിടൂ. ഓക്കെ, അപ്പോൾ എപ്പോഴും നല്ല ചിരി വേണം മക്കളെ, നല്ല ചിരിച്ച് സന്തോഷമായിട്ടിരിക്കുന്ന ഒരു വീട്ടമ്മ. അപ്പോൾ നമ്മുടെ ഭർത്താവിന് ഭയങ്കര സന്തോഷമായിരിക്കും, എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന. ചിലരാണെങ്കിൽ എപ്പോഴും ആളുകളുടെ കുറ്റം പറച്ചിൽ, ഭർത്താവിൻ്റെ വീട്ടുകാരെ അല്ലെങ്കിൽ നാട്ടുകാരെ ബന്ധുക്കളെ എല്ലാവരെയും ഇങ്ങനെ കുറ്റം പറഞ്ഞ് എപ്പോഴും മുഖവും ഇറക്കി കെട്ടിവെച്ച്, അതുപോലെ ഭർത്താവ് ചെയ്യുന്ന ഒരു കുഞ്ഞു കാര്യം പോലും വീർപ്പിച്ച് പിന്നെ അതിനെപ്പറ്റി പറഞ്ഞ് 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 അതിന് ആ മനുഷ്യനെ കുത്തി 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 ഒരു ജീവിതകാലം മൊത്തം ആ മനുഷ്യൻ ഇങ്ങനെ കുത്തേറ്റ് കഴിയേണ്ട ഒരവസ്ഥയുണ്ട്. ഇതിന് ഈ ഓരോ ചെറിയ കാര്യങ്ങളും സംഭവിച്ചു കഴിഞ്ഞതെടുത്ത് വീണ്ടും വീണ്ടും കുത്തി പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ അവർക്ക് ഒരുപാട് അവരുടെ മനസ്സിനെ തകർക്കും. എല്ലാവരും അങ്ങനെയാണ് എന്നല്ല, ഇതിലൊക്കെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. നമ്മൾ അദ്ദേഹത്തിനൊരു വാല്യൂ കൊടുക്കുക, അദ്ദേഹത്തിനൊരു റെസ്പെക്റ്റ് കൊടുക്കുക. നിങ്ങൾ പൂർണ്ണമായും ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ആവശ്യം, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ആവശ്യം കെയർ ആണ്. എന്നാൽ ഭർത്താവ് ആഗ്രഹിക്കുന്നത്, ഭർത്താവിന് ഇങ്ങനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്ന ഇഷ്ടമല്ല. നമ്മളൊരു സിനിമ കണ്ടില്ലേ, ചന്ദ്രേട്ടൻ എവിടെയാ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, ചന്ദ്രേട്ടൻ എവിടെയാ, ചന്ദ്രേട്ടൻ എവിടെയാ. എപ്പോഴും ഭർത്താവ് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പല കാര്യത്തിന് മുമ്പ് പല സ്ത്രീകളും ഭർത്താവിനെ ഇങ്ങനെ എപ്പോഴും വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ എവിടെയാ, ഇപ്പോൾ ഇവിടെ തിരിച്ചു വരണം, 5 മിനിറ്റിനുള്ളിൽ ഇവിടെ വന്നേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബഹുമാനമില്ലാത്ത രീതിയിൽ പറയുന്നവരുണ്ട്. നമ്മൾ അവർക്ക് നല്ല ഫ്രീഡം കൊടുക്കുക, അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കുക. അതുപോലെ നമ്മുടെ പേരൻസിന് നമ്മുടെ ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടോണ്ടിരിക്കുമോ? നമ്മൾ നല്ലത് തിരിച്ചു പറയുമല്ലേ? നമ്മുടെ പേരൻസിന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? അപ്പോൾ അവരുടെ പേരൻസിനെ നമ്മൾ പറയുമ്പോഴും ആലോചിക്കുക, അത് അവർക്കും ഇഷ്ടപ്പെടില്ല. അവരുടെ അമ്മ എത്ര മോശപ്പെട്ട വ്യക്തിയാണെങ്കിലും, എത്ര നെഗറ്റീവ് പറയുന്നവരാണെങ്കിലും, നമ്മളോട് എത്ര കൊള്ളരുതായ്മ കാണിക്കുന്നവരാണെങ്കിലും ഭർത്താവിന് അവർ പെറ്റമ്മയല്ലേ. ഭർത്താവിന് അവരെ കളയാൻ പറ്റില്ല. ഭർത്താവിന് എത്ര എന്ന് പറഞ്ഞാലും അവരോടൊക്കെ സ്നേഹമാണ്. അപ്പോൾ സ്വന്തം അമ്മയെയും സ്വന്തം വീട്ടുകാരെയും വില കൽപ്പിക്കുന്ന ഭാര്യയാണെങ്കിൽ തീർച്ചയായിട്ടും ഭർത്താവിന് ആ സ്ത്രീയോടൊരു സ്നേഹവും ഇഷ്ടവും ബഹുമാനവും ഒക്കെ തോന്നും കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഭർത്താവിന് സ്പേസ് കൊടുക്കുക, അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മക്കളെ, നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം. സ്വന്തം കാലിൽ നിൽക്കുന്ന സ്ത്രീകളെ ഭർത്താവെന്നല്ല എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യും. ഇപ്പം നമുക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ നമുക്കൊരു വില ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ വീട്ടിലൊരു വില ഉണ്ടാകണമെങ്കിൽ, സമൂഹം നമ്മളെ വില കൽപ്പിക്കണമെങ്കിലൊക്കെ നമുക്കൊരു വരുമാന മാർഗം വേണം. ഇപ്പം നമ്മൾ എല്ലാ കാര്യത്തിനും ഇങ്ങനെ ഭർത്താവിൻ്റെ മുമ്പിൽ കൈ നീട്ടുക, എനിക്ക് ഇന്നത് മേടിക്കാൻ പൈസ തരുമോ, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പൈസ കൊടുക്കണം എന്ന ആഗ്രഹം കാണും. ചിലപ്പോൾ നമ്മുടെ അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കണം എന്നൊക്കെ ആഗ്രഹങ്ങൾ. എല്ലാത്തിനും അവരെ മുമ്പിൽ ഇങ്ങനെ കൈ നീട്ടുമ്പോൾ ചിലപ്പോൾ അവർക്ക് തരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും, അയ്യോ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ കൈ നീട്ടേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളൊരു വിഷമം നമുക്ക് തോന്നും അല്ലേ. അപ്പം നമ്മൾ സ്വന്തമായിട്ടൊരു വരുമാന മാർഗം കണ്ടെത്തുക. നിങ്ങൾ സ്വന്തമായിട്ട് വരുമാന മാർഗം ഉള്ളവരാണോ? ആണെങ്കിൽ യെസ് എന്നിടുക, ഇല്ലെങ്കിൽ നോ എന്ന് ചാറ്റ് ബോക്സിൽ ഇടുക. അപ്പം നിങ്ങൾക്ക് വരുമാന മാർഗമില്ലെങ്കിൽ നമ്മളൊരു ജോലി കണ്ടെത്തണം. അപ്പം പലരും പറയും, ടീച്ചർമാർ ജോലി കിട്ടാൻ പാടാണ്, ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുന്നില്ല, ഇങ്ങനെ എക്സ്ക്യൂസസ് പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ ഇരിക്കാനേ പറ്റൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പറയില്ലേ, വേണമെങ്കിൽ ചക്ക
ബാക്കി നിങ്ങൾ ചാറ്റ് ബോക്സിലേക്ക് ഇടും. വേണമെങ്കിൽ ചക്ക എന്താണ് അറിയാലോ. അപ്പോൾ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ വേണമെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചാൽ നമുക്ക് ജോലി കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, എന്ത് കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്, സ്വന്തമായിട്ട് വരുമാനമുണ്ട് നമുക്ക്. അതുപോലെ പിന്നെ ചിലർ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ഭർത്താവ് എന്നെ ജോലിക്ക് വിടുന്നില്ല, എനിക്ക് സപ്പോർട്ട് തരുന്നില്ല, എനിക്ക് ചെറിയ മക്കളാണ്. നിങ്ങൾ ഭർത്താവിനോട് കാര്യമായിട്ട് സംസാരിക്കുക, സ്നേഹത്തോടെ സംസാരിക്കുക. നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്നുണ്ട്. ഈ ഒരു സമയത്ത് എനിക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ പറ്റും. ഇന്നൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഇന്നത്തെ കാലത്ത് ഒരുപാട് പിന്നെ ബിസിനസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി ജോലിക്ക് പുറത്ത് വിടില്ലെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും നമ്മൾ എക്സ്ക്യൂസസ് കണ്ടെത്തുകയാണ്. ഞാൻ ചെറിയൊരു ഗ്രാമപ്രദേശത്താണ്, എൻ്റെ കുട്ടികൾ ചെറുതാണ്, എൻ്റെ വീട്ടുകാർ സപ്പോർട്ടല്ല, ഇങ്ങനെ നമ്മൾ അതിന് നെഗറ്റീവിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നും പറ്റില്ല. അതുപോലെ നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകൾ മാറ്റി എപ്പോഴും നല്ല പോസിറ്റീവായിട്ടിരിക്കുക. പോസിറ്റീവ് ആൻഡ് ഹാപ്പി ആയിട്ട്, നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട്, സന്തോഷത്തോടെ ഇരിക്കുന്ന സ്ത്രീകളെ എല്ലാവരും ഇഷ്ടപ്പെടും. നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഓരോരുത്തരും പറയാറുണ്ട്, ടീച്ചർമാർ ഞാൻ ഭദ്രകാളിയെ പോലെ വീട്ടിൽ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരുന്ന ഇപ്പം ഞാൻ മഹാലക്ഷ്മിയെ പോലെ ശാന്തയായി, ഇപ്പം എൻ്റെ പിള്ളേർക്ക് നല്ല സമാധാനമുണ്ട്, ഞാൻ പിള്ളേരെ അടിക്കാറില്ല, അതുപോലെ ഞാൻ ഭർത്താവിനോട് സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി, ഭർത്താവ് ഇപ്പം എന്നെ വാല്യൂ ചെയ്യാൻ തുടങ്ങി, എൻ്റെ വീട് സ്വർഗ്ഗതുല്യമായി. അപ്പോൾ മക്കളെ, നമ്മുടെ വീടിനെ സ്വർഗ്ഗമാക്കുന്നത് നരകമാക്കുന്നത് നമ്മൾ തന്നെ. അപ്പോൾ നമ്മുടെ ഓരോ പ്രവൃത്തികളും നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക. നമ്മൾ നമ്മുടെ പെരുമാറ്റം വളരെ നല്ല രീതിയിലുള്ള, വളരെ സൗമ്യമായിട്ടുള്ള പെരുമാറ്റമായിരിക്കണം. എപ്പോഴും നല്ല സന്തോഷത്തോടെ, വളരെ സ്നേഹത്തോടെ എല്ലാവരോടും പെരുമാറാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കും, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതുപോലെ ഒരുപാട് വേദന അനുഭവിക്കുന്ന, വിഷമം അനുഭവിക്കുന്ന സ്ത്രീകളുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മക്കളെ, നിങ്ങൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള വീഡിയോസിൻ്റെ ആവശ്യമുണ്ട്, മോട്ടിവേഷൻ്റെ ആവശ്യമുണ്ട്. ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ഷെയർ ചെയ്യുന്ന ആ ഒരു കാര്യമായിരിക്കാം മറ്റുള്ളവരുടെ ലൈഫിലൊരു മാറ്റം കൊണ്ടുവരുന്ന, അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു അനുഗ്രഹം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് വരിക തന്നെ ചെയ്യും. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ലവ് യു മക്കളെ. ബൈ ബൈ.